വിചാരിച്ച പണിയും കിട്ടിയില്ല, കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല, ബസ്സിനാണെങ്കിൽ കുടലും കത്തുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് തിന്നാനാണെങ്കിൽ ബസ്സിന് കൊടുക്കാൻ പൈസ ഇല്ല. വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നെങ്കിലും പോവേൻ. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ കയ്യിൽ ഒരു ഒലക്കയില്ല. എന്തൊരു മണാമനെ ഹോട്ടലിൽ നിന്ന് വരുന്നത്. അതുണ്ടല്ലോ ബീഫും കുരുമുളകും ഒലുത്തുന്ന മണ. അതൊക്കെ അറിയല്ലേ. ബൈക്കൊന്ന് എടുത്തോട്ടെ. നിനക്ക് കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് തിന്നണോ? ഞാൻ എന്താ തമാശയാക്ക? തമാശ എന്നല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. നീ വെറുതെ കൊതിപ്പിക്കല്ലേ. നീ ഒരു കാര്യം ചെയ്യ, ഹോട്ടലിൽ പോയിട്ടുണ്ടല്ലോ, ഇൻവെർട്ടർ ഉണ്ടോ ഒന്ന് നോക്കിയിട്ട് വാ. അതെന്തിനാ? നീ ഒന്ന് നോക്കിയിട്ട് വാ. എന്തായി? ഇല്ല. എന്താ ഐഡിയ പറ. നീ പോയി ഫുഡ് കഴിക്കുക. അതിന് പൈസ വേണ്ടേ? പറയുന്നത് കേൾക്കാൻ കഴിയും. എനിക്ക് പാർസൽ വാങ്ങിക്കോ. എന്നിട്ട് നീ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കയ്യും കഴുകി പാർസൽ എടുത്തിട്ട് എനിക്കൊരു മിസ് കോൾ തരണം. അന്നേരം ഞാൻ എന്ത് ചെയ്യുന്നില്ല, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. ആ ഗ്യാപ്പിൽ ഇനി ചെയ്താ പോരെ? എടോ ഇനി ചെറുതല്ലേ, ഞാൻ വലുതാ, എനിക്ക് കുറച്ച് ഇരുട്ട് വരെ മുങ്ങേ എന്നാ ചെല്ലേ. എടാ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എടാ ഞാനില്ല ഇവിടെ, ഇനി ചെല്ലേ. എരിയുന്ന വയറിന്റെ വിലയൊന്നറിയുവാൻ കാണണം തെരുവോര ജീവിതങ്ങൾ. എന്താ കഴിക്കുന്നത്? ചേട്ടാ ഒരു പൊറാട്ട കൂടി. ചേട്ടാ ഒരു 3 പൊറാട്ട ഒരു ബീഫും പാർസൽ കേട്ടോ. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. ഹലോ, കൈ കഴുകിയോ? കൈ കഴുകി. ഓഫാക്കട്ടെ? അയക്കില്ല. 1 2 3 എന്ന് പറയൂ, എന്നിട്ട് ഓഫാക്കിയാൽ മതി. ഓക്കെ ഓക്കെ. ആ റെഡിയല്ലേ? ആ റെഡി. എണ്ണിക്കോ. 1 2 3. പഠിച്ചോൻ ഇത് ഓഫായിക്കില്ലേ? ഇവനെന്താ ഫോൺ എടുക്കാത്ത? അല്ലടോ ഇഞ്ഞല്ലേ പറഞ്ഞ ഇവിടെ ഇൻവെർട്ടർ ഇല്ലാന്ന്. കള്ളപ്പന്നികൾ ഇൻവെർട്ടർ അതിന്റെ ഉള്ളിലാണ് കൊണ്ടുവച്ചത്. ഉള്ളിൽ